ടെസ്സി മണി. ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിൽ നിന്ന് വരുന്നു. ഞാൻ വന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ മകനൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്തു. 2024 മെയ് മാസം 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ഫലമായി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ മകന് വേണ്ടി നിയോഗം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകന് നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അവൻ ഒരുപാട് ബുദ്ധിമുട്ടി ജോലി അവിടെ നഷ്ടപ്പെടുമെന്നായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ ജോലി പോകും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിവൃത്തിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ജോലി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നെ അവർ സൗദിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ സൗദിയിലേക്ക് പോകാൻ ഒട്ടും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ എന്തായാലും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ളതുകൊണ്ട് മോൻ പോകാണ്ടിരുന്ന പറ്റില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ ബുദ്ധിമുട്ടിയാണെങ്കിലും അവൻ പോയി. അവിടെ ചെന്നിട്ടാണെങ്കിൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും, ഭക്ഷണം പോലും കഴിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത രീതിയായിരുന്നു അവന്. പക്ഷേ ജോലി ഉണ്ടെങ്കിലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ ജോലി കളഞ്ഞേച്ച് ഞാൻ നാട്ടിലേക്ക് പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മോൻ അവിടെ തന്നെ പിടിച്ച് നിൽക്കുക. നമുക്ക് ഞാൻ കൃപാസനത്തിൽ പോയി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ മോൻ ജോലി കളഞ്ഞ് പോരുമോ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പോയി അമ്മയോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയായി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം അതാണ്. ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ 3 മാസം വരെ ഒന്നും അവനായില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. 3-ാമത്തെ മാസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിൻ്റെ ശേഷമാണ് ഇവന് ജോലിയുടെ കാര്യങ്ങൾ വരുമോ, ജോലി ശരിയാവുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോരുമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ എങ്ങനെയെങ്കിലും മോൻ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കും മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് അവനൊരു വീണ്ടും ദുബായിലേക്കൊരു ഇൻ്റർവ്യൂ അവന് വരുന്നതും അവിടെ നിന്ന് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവനവിടെ ജോലി ലഭിക്കുകയും ചെയ്തത്. 2023 മുതൽ എനിക്ക് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി വേറൊരു ജോബ് ചേഞ്ചിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഒന്നും അനുകൂലമായിട്ടോ പോസിറ്റീവായിട്ടോ ഒരു റെസ്പോൺസും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2024 ആയപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഏതർ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കൂടെ സൗദിയിലേക്ക് പോവുക. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. വേറെ ജോലിക്ക് ശ്രമിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാത്രമാണ് വീട്ടിലെ ആകെയുള്ളൊരു ഏണിംഗ് മെമ്പർ. ഞങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു നല്ലൊരു കാര്യമല്ല എന്ന് ബോധ്യമായ കാരണം ഞാൻ മനസ്സോടെ സൗദിക്ക് പോകാൻ നിർബന്ധിതനാകുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ജൂൺ മാസമായപ്പോൾ സൗദിയിലേക്ക് പോവുകയുണ്ടായി. അപ്പം ഞാൻ ഫോൺ വിളിക്കാൻ നേരത്തെല്ലാം അമ്മയോട് എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അമ്മ ഈ കൃപാസനത്തെ പറ്റി എന്നോട് പറഞ്ഞു. ആദ്യമൊന്നും എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം മുമ്പ് ഞാൻ ഒരുപാട് വട്ടം ഇതിൻ്റെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ അമ്മ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി വീഡിയോസ് കാണാൻ തുടങ്ങി, അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ എന്നോട് എനിക്കൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു, നീ ശ്രമിക്കുക, നിനക്ക് കിട്ടും. അപ്പോൾ ജൂണിൽ ഞാൻ സൗദിയിലേക്ക് പോയെങ്കിലും ആ ഒരു സൗദിയിൽ ഞാൻ 3 മാസം നിന്നോളൂ. ആ ഒരു 3 മാസം എന്നെ സംബന്ധിച്ച് വളരെ ഒരു സ്ട്രഗ്ലിങ് ഒരു ഫേസ് ആയിരുന്നു. ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി ഓർത്ത് ഞാൻ അവിടെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിന്നു. അങ്ങനെ ഒരു 3 മാസം ആയപ്പോൾ എനിക്ക് ദുബായിലെ ഒരു MNCയിലേക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരികയാണ് ഉണ്ടായത്. അവരെൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് ഓൺലൈൻ ഇൻ്റർവ്യൂ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആക്കി. എൻ്റെ ഒരു ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ ഒട്ടും എലിജിബിൾ ആയിരുന്നില്ല ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ എന്തോ അമ്മയുടെ അനുഗ്രഹത്താൽ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും എനിക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂക്കെല്ലാം നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയും അവരെനിക്ക് ഒരു 50 കൺഫർമേഷൻ തന്നു. ദുബായിൽ തിരിച്ചു വരുമ്പോൾ ഒരു ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവും, അതുകൊണ്ട് കഴിഞ്ഞിട്ടേ ഒരു ഫൈനൽ കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ സൗദിയിലെ ജോലി റിസൈൻ ചെയ്ത് തിരിച്ച് ദുബായിലേക്ക് പോയി. ഞാൻ ദുബായിൽ ചെന്ന് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവർ ഡയറക്റ്റ് ഫോൺ കോൾ ആൻഡ് ഓഫർ ലെറ്റർ കിട്ടി. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ സെലക്ട് ആയെന്നും പറഞ്ഞിട്ട് എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടുകയാണ് ചെയ്തത്. എനിക്കത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു കഴിവ് വച്ചല്ല ഈ ജോലി കിട്ടിയെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മയുടെ അത്ഭുതം കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പം ഞാൻ ഒരു 7 മാസമായി ഈ ജോലിയിൽ. എന്തുകൊണ്ടോ ഞങ്ങളുടെ കുടുംബത്തെ വളരെ അനുഗ്രഹമാണ് ഈ അമ്മ ഞങ്ങൾക്ക് നൽകിയത്. എല്ലാം അമ്മയുടെ അനുഗ്രഹത്താലും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇത് ലഭിച്ചത്. പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെയുള്ള സ്റ്റാൻഡുകളിലും കടകളിലും വീടുകളിലെല്ലാം കയറി കൊടുക്കുകയും, പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ രോഗികളെ കാണുക, രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും, പൈസകളും കൊടുത്തും, പിന്നെ ഒരു ഓർഫനേജിൽ പോയി ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് എനിക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യും.
പിന്നെ ദിവസം രാവിലെയും വൈകുന്നേരം 2 നേരം പ്രാർത്ഥനയും ബൈബിൾ വായിക്കും. അച്ഛൻ ജോസഫ് പറയുമ്പോൾ അരമണിക്കൂർ വായിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അരമണിക്കൂർ വായിക്കാൻ പറ്റിയില്ലെങ്കിലും 10 മിനിറ്റെങ്കിലും ഞാൻ വായിക്കാണ്ടിരിക്കില്ല, അതും വായിക്കും. പിന്നെ ഉപവാസം എടുക്കും. ഹെബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ തുളസി ചേച്ചി മോന് വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത്. മോനോടും അതേപോലെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മോനും അതേപോലെ അമ്മയെപ്പോലെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ആദ്യ സ്ഥലത്തുണ്ടായിരുന്ന ജോലിയിൽ നിന്നൊക്കെ മാറ്റി നല്ലൊരു ജോലി, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് നല്ലൊരു ജോലി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കഷ്ടതകളിൽ പരിശുദ്ധ മാതാവ് വലിയൊരു തുണയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.